ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കുമെന്ന വിവരമാണ് വരുന്നത്. ആരോപണങ്ങൾ പരിശോധിക്കാൻ DGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ജിമ്മി ജെയിംസ് ആണ് ചേരുന്നത്. ജിമ്മി ജെയിംസ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ, അല്ലേ? വിനിത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിൽ ആർക്കൊക്കെയാണ് പരാതി, ആരൊക്കെയാണ് ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളതെന്ന് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളായി പോലീസ് ശേഖരിച്ചു വരികയായിരുന്നു. 5 സമാനമായ സംഭവങ്ങളിൽ മുഴുവൻ വിവരങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. ഇനി വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിൽ ആരെങ്കിലും ഒരാൾ കേസിൽ മൊഴി നൽകാൻ മുന്നോട്ട് വരണം. അത്തരം കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അത് കണക്കിലെടുത്തുകൊണ്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക. ഈ ഇരകളുമായി പോലീസിന്റെ ആളുകൾ സംസാരിക്കും. അത് വെച്ച ശേഷം ഒരു കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ആരെങ്കിലും ഒരാൾ മൊഴി തരാൻ മുന്നോട്ട് വരികയാണെങ്കിൽ പൂർണ്ണമായും കേസിലേക്ക് പോകും. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷം ഇനി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേസെടുക്കലായിരിക്കും. കേസെടുക്കുന്നതാണ് ശരിയായ രീതിയെന്ന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസാണ് ഇത് സംബന്ധിച്ച നിയമോപദേശം ഔദ്യോഗികമായി തേടിയിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ തന്നെ കേസെടുക്കുക. കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാൾ ഈ 5 സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് പരാതിയോ മൊഴിയോ എഴുതി വാങ്ങാനായാൽ പിന്നീട് കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ദ്രുതഗതിയിൽ ഇപ്പോൾ കേസെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക നിയമോപദേശം തേടിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നിയമോപദേശം തേടിക്കഴിഞ്ഞു അനൗദ്യോഗികമായി. ഒരുപക്ഷെ ഇന്നോ നാളെയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരള പോലീസ് കേസെടുത്തേക്കും. ഏതായാലും നിയമോപദേശം തേടിയിരിക്കുന്നു, ആരോപണങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ തന്നെ കേസെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദ പരിശോധനയ്ക്ക് ഇപ്പോൾ DGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജിമ്മി ജെയിംസ് റിപ്പോർട്ടറിലൂടെ ഉൾപ്പെടെ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ, രാഹുൽ ഇത്തരത്തിൽ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഓഡിയോ, അതൊക്കെ തന്നെയും നിർണായക തെളിവായി മാറുമെന്ന് ഉറപ്പാണല്ലേ? പൊതുപ്രവർത്തകൻ AH ഹഫീസൻ എന്നൊരു പരാതിക്കാരൻ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഒരാളുടെ പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ പശ്ചാത്തലത്തിലെടുത്ത അന്വേഷണങ്ങളുടെ ഭാഗമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കേസിലൊരു പരാതിക്കാരൻ വേണം. പക്ഷേ അതുമാത്രം പോരാ. കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഇത്തരം പരാതികളിൽ ഇരയാക്കപ്പെട്ട ആളുടെ മൊഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കേസുകളെല്ലാം തള്ളിപ്പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ, ഇടതുപക്ഷത്തെ CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെയൊക്കെ സമാനമായ കേസ് വരികയും പക്ഷേ കേസിൽ അവസാനം കോടതിയിലെത്തുമ്പോൾ പോലും പോലീസിന് മുന്നിലുമൊന്നും ആരും മൊഴി നൽകാത്തത് കൊണ്ട് ആ കേസെല്ലാം തള്ളിപ്പോയ സാഹചര്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇത്തരം ആളുകളെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരോട് സംസാരിച്ച് അവരെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം ഒരു കേസെടുക്കുന്നതിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു പരാതിക്കാരൻ എത്തിയിരിക്കുകയാണ്. പരാതി പോലീസിന് കിട്ടിയിരിക്കുന്നു. ഇനി വേണ്ടത് ഇത് സംബന്ധിച്ച ആരെങ്കിലും മൊഴി തരുമോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ആലോചനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് വിനിത.